ഓൾഡ് മെമ്മറി വിത്ത് ഓൾ ഓഫ് യു. എനിക്ക് തോന്നുന്നു ഒരു 10-12 ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, ഒരു ഓൾമോസ്റ്റ് 10 വർഷത്തിന് മുൻപ് ഞാൻ ചെന്നൈയിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ, അന്ന് എന്തോ കോളേജിൽ ഇച്ചിരി ലേറ്റായിട്ട് ചെന്നാൽ മതി എന്നുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ എന്തോ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, വിച്ച് ഐ ഹാഡ് ടു പുട്ട് ആസ് എ ഡെപ്പോസിറ്റ് ബാങ്കിൽ, ഇവിടെ അമ്മയ്ക്ക് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ നടന്നായിരുന്നു കോളേജിൽ പോകുന്നത്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോകുന്ന വഴിയിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ഏത് ബാങ്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അന്ന് കോളേജിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ആ ബാങ്കിൽ പോയി ഈ കാശ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം കോളേജിൽ പോകാൻ. അപ്പോൾ ഞാൻ രാവിലെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് സ്ട്രെസ്ഡ് ആയിട്ട് ഇറങ്ങിയത് കാരണം, അയ്യോ ഇനി ബാങ്ക് തുറന്ന് അത് ചെയ്തിട്ട് ഇനി കോളേജിൽ പോകുമ്പോൾ ലേറ്റ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ നേരത്തെ പോയി ഞാൻ ബാങ്കിൻ്റെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം അവർ തുറന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു മേ ബി ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും തുറക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോൾ തുറക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വെളിയിൽ ഞാനും ഉണ്ട്, ഒരു 10-12 മറ്റാൾക്കാരും ഉണ്ട്. എല്ലാവരും ആണുങ്ങളായിരുന്നു. കൂടുതലും ഈ എന്താ പറയുക, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പും അവർ ജോലിക്ക് പോകുന്നതിന് മുൻപുമാണ് നമ്മൾ എല്ലാവരും കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. അപ്പം അവരൊരു 10-12 പേരും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുക, ഈ ബാങ്ക് എപ്പോൾ തുറക്കും. അപ്പം ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് എന്തായാലും, കാരണം അവരും ധൃതിയിലാണല്ലോ. അപ്പം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരും ഓടി ക്യൂ നിൽക്കും, ഞാൻ എങ്ങനെ ഇടിച്ച് കയറി ക്യൂവിൽ കയറി മുന്നിൽ നിൽക്കും എന്നൊക്കെയുള്ള സ്ട്രെസ് എനിക്കുണ്ട്. കാരണം ഇവർ 10-12 പേര് നമ്മുടെ മുന്നിൽ നിന്നാൽ നാച്ചുറലി അത്രയും കൂടി പേര് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് നിന്ന് ആ പണിയും തീർത്ത് കോളേജിൽ പോകാൻ പറ്റും. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കുക, കാരണം എനിക്കും കോളേജിൽ കയറണമല്ലോ ഒരു ടൈമിന് മുമ്പ്. അപ്പം ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സമയം നോക്കുന്നു, അവിടെ പോയി സെക്യൂരിറ്റി എടുത്ത് എപ്പോൾ തുറക്കും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഈ പുള്ളിക്കാരനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. എനിഹൗ ബാങ്ക് തുറന്നപ്പോൾ ടബേ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം ഇവരൊക്കെ കയറി ക്യൂവിൽ നിന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ അത്യാവശ്യം ബാക്കിലോട്ടാണ് നിന്നത്. അപ്പോൾ എന്നെ ഈ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞൊരാളില്ലേ, ഈ പുള്ളിക്കാരൻ ബാങ്ക് തുറന്നതും ഒറ്റ ഓട്ടം ഇയാൾ ഓടി. അപ്പം ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാ ഇത്ര ഓവറാവുന്നത്, ഓടിപ്പോയി മുന്നിൽ കയറി അങ്ങ് നിന്നേ. ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു, എന്തൊരു ഓവർ, മറ്റേ ഭയങ്കര ഒരു ഫസ്റ്റ് റാങ്കർ പോലെ. അപ്പം ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ വിചാരിക്കുന്നത് ദൈവമേ ഇനി ഇത് എപ്പോൾ തീർന്ന് എപ്പോൾ പോകാനാണോ എന്തോ. യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്. ഈ ഏറ്റവും മുന്നിൽ പോയി നിന്ന് ഈ പുള്ളി ടോക്കൺ എടുക്കണം ആ ബാങ്കിൽ. സോ ദാറ്റ് വാസ് എ തിങ്, ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ടേൺ കിട്ടാൻ. ഇയാൾ ഏറ്റവും ഓടി മുന്നിൽ പോയി നിന്നിട്ട് ഇയാൾ 2 ടോക്കൺ എടുത്തു. എന്നിട്ട് ഇയാൾ വന്ന് എൻ്റെ കയ്യിലൊരു ടോക്കൺ തന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇയാൾ 2 ടോക്കൺ എടുത്തു, ഒന്ന് ഇയാൾക്ക് വേണ്ടി, ഒന്ന് എനിക്ക് വേണ്ടി.